കാറ്റത്തെ കിളിക്കൂടിന് മറ്റൊരു അടിപൊളി പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നികേഷും നിധിയും കൂടിയിട്ട് ഗായത്രിയെ കാണാനായി ഗായത്രിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് സുധീഷാണെങ്കിൽ ഹരീഷിനോടും സുഭാഷിനോടും ഒക്കെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങൾക്ക് എല്ലാ സത്യവും അറിയാവുന്നതല്ലേ, എൻ്റെ മനസ്സിൽ നിധി മാത്രമേ ഉള്ളൂ, നിധിയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ ഗായത്രിയോട് സംസാരിച്ചതെല്ലാം. പക്ഷെ അത് ഇത്രയും വലിയ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതില്ല. എടാ ഹരീഷ്, എടാ നീയെങ്കിലും ഒന്ന് പറയണം, നിനക്കല്ലേ എന്നെ ഏറ്റവും നന്നായി മനസ്സിലാവുന്നത്, നീയും കൂടി ഇങ്ങനെ ആയാൽ എങ്ങനെയാടാം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇതൊക്കെ തുടക്കത്തിലേ ഞങ്ങൾ പറഞ്ഞതല്ലേ സുധീഷേ, ഇതൊന്നും പാടില്ല എന്ന്. അപ്പോൾ നീ അതൊന്നും കേട്ടില്ലല്ലോ, നീ നിൻ്റെ ഇഷ്ടത്തിനല്ലേ ഓരോന്ന് ചെയ്ത് കൂട്ടിയത്. നിധി എന്തായാലും ഗായത്രിയെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ആ കൊച്ചു പറഞ്ഞതുപോലെ ചെയ്യും. നീ ഒരിടത്ത് ചെന്ന് അടങ്ങിയിരുന്നേ, നിധി വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളതാന്ന് പറഞ്ഞിട്ട് ഹരീഷും സുഭാഷും കൂടിയിട്ട് ഓരോ ഭാഗമായിട്ട് അടിച്ചു തുടക്കുകയും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഭാസ്കരനും വന്നിട്ട്, എടാ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, ഞാനും കൂടി കൂടാന്ന് പറഞ്ഞിട്ട് ഭാസ്കരനാണെങ്കിൽ സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് മോപ്പ് വാങ്ങിയിട്ട് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യണം. അത് കാണുമ്പോൾ സുധീഷ് എടോ തന്തപ്പടി, തനിക്കും എന്താണോ കുഴപ്പം, താനും കൂടി ചേർന്ന് നിൽക്കുകയാണോ. അപ്പോൾ ഭാസ്കരൻ പറയണ, എടാ ഈ വീട്ടിലേക്ക് ഒരു പെണ്ണ് വരുന്ന കയറാൻ പോവല്ലേ, അപ്പോൾ പിന്നെ വീട് വൃത്തിയാക്കി ഇടണ്ടേ. എടാ നിധിയെപ്പോലെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് ജീവിക്കാനുള്ള യോഗ്യത നിനക്കില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടത് ആ ഗായത്രിയല്ലേ, നീ ആ ഗായത്രിക്കൊപ്പം സുഖമായിട്ട് ജീവിച്ചോ. അതൊക്കെ പറയുമ്പോൾ സുധീഷാണെങ്കിൽ നല്ല ദേഷ്യമുണ്ടെങ്കിൽ സുധീഷാണെങ്കിൽ ഭാസ്കരനെ തല്ലാനൊക്കെ പോവാണ്. അപ്പോൾ ഹരീഷ് പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് സുഭാഷും ഹരീഷും കൂടി എത്രത്തോളം സുധീഷിനായിട്ട് കളിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം കളിപ്പിക്കുകയാണ് കേട്ടോ. സുധീഷനാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ആവുകയാണ്. ഇതേ സമയത്ത് നിധിയെ കാണിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ഗായത്രിയുടെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് ഗായത്രി ഒന്ന് കണ്ടോട്ടേന്ന് ചോദിച്ച് പെർമിഷൻ വാങ്ങുന്നുണ്ട്. പിന്നെ നിധിയാണെങ്കിൽ ഗായത്രിയുടെ വാതിൽ തട്ടുമ്പോൾ ആദ്യമൊന്നും ഗായത്രി വാതിൽ തുറക്കില്ല. എനിക്ക് ആരെയും കാണണ്ട, എനിക്ക് ആരോട് സംസാരിക്കണ്ട, എല്ലാവരും ഇവിടെ നിന്ന് പൊയ്ക്കോ എന്നൊക്കെ പറയാണ്. എന്നാലും നിധിയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ഗായത്രി കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഗായത്രി പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്, സുധീഷിന് വിവാഹമായതാണ് ഗായത്രി ഇത്രയും ടെൻഷൻ ആവുന്നതെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, നമുക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഗായത്രി ഇങ്ങനെ റൂമിനുള്ളിൽ തന്നെ ഇരുന്നാൽ എങ്ങനെയാണ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് ഗായത്രി പ്ലീസ്, വാതിലൊന്ന് തുറക്കുന്നൊക്കെ പറഞ്ഞ് ഗായത്രിയെ കൊണ്ട് അവസാനം വാതിൽ തുറപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ നികേഷിനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഗായത്രിയുടെ മുറിയിലേക്ക് ചെന്നിട്ട് വാതിലടയ്ക്കാണ് കേട്ടോ. എന്നിട്ട് ഗായത്രിയെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഗായത്രിയുടെ മാനസികാവസ്ഥ മനസ്സിലാവും, സുധീഷ് ആൾറെഡി മാരീഡ് ആയത് മറച്ചു വെച്ചത് തെറ്റ് തന്നെയാണ്. സുധീഷ് ഗായത്രിയോട് അത് മറച്ചു വെച്ചത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, ഗായത്രിയോട് സംസാരിച്ചത് തന്നെ തെറ്റായിരുന്നു. വിവാഹം കഴിഞ്ഞ ഒരാൾ ഒരു പെൺകുട്ടിയോട് രാത്രിയും പകലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. അല്ല, ഗായത്രിക്ക് എത്ര നാളായിട്ട് അറിയാം സുധീഷിനെ. അപ്പോൾ ഗായത്രി പറയണ 2 ആഴ്ചയായിട്ട് അറിയാം. വെറും 2 ആഴ്ച മാത്രം പരിചയമുള്ള ഒരാൾക്ക് വേണ്ടിയാണോ ഗായത്രി ഇങ്ങനെ ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്ത് ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ മുറിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, എനിക്ക് സുധീഷിനെ ഒരുപാട് ഇഷ്ടമാണ്. സുധീഷ് എന്തുകൊണ്ടാണ് സുധീഷിനെ ഇഷ്ടമാണെന്ന് നിധി ചോദിക്കുമ്പോൾ ഗായത്രി പറയണ, സുധീഷ് വളരെ നന്നായിട്ട് സംസാരിക്കില്ലേ, എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് എല്ലാം ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, എനിക്ക് സുധീഷിനെ ഇതിന് മുമ്പ് തന്നെ അറിയായിരുന്നു. ഒരിക്കൽ അമ്മയോട് വഴക്കിട്ട് ഞാൻ സുധീഷിൻ്റെ ക്യാബിലാണ് കയറിയത്. അന്ന് ഞാൻ ആ ക്യാബിനുള്ളിൽ എൻ്റെ മൊബൈൽ മറന്നു വെച്ച് പോയപ്പോൾ സുധീഷ് വളരെ ജെന്യൂനായിട്ട് എനിക്ക് എൻ്റെ മൊബൈൽ തിരികെ കൊണ്ട് തന്നു. എനിക്ക് അന്ന് തന്നെ സുധീഷിനെ ഒത്തിരി ഇഷ്ടമായത്, അതുകൊണ്ട് ഞാൻ സുധീഷിനോട് സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ നിധിയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് വിവാഹം നടന്നതെന്നൊക്കെ പറയാണ്. സുധീഷ് അങ്ങനെയാണ്, എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങും, ഒരുപാട് സംസാരിക്കും. പക്ഷെ കണ്ടില്ലേ, ഗായത്രിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഗായത്രിയെ വന്ന് കണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഗായത്രിയുടെ വിഷമം മാറ്റുന്നതിന് പകരം സുധീഷ് ഇപ്പോൾ ഒളിച്ച് നടക്കുകയാണ്. അതാണ് സുധീഷ്. അങ്ങനെ നിധി ഗായത്രിയോട് അവളുടെ പാൻസിനെ കുറിച്ചൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെ നിധിയോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ ഗായത്രി ഒരുവിധം ഓക്കെ ആവുന്നുണ്ട്. ഇവിടെ നേരെ മറിച്ച് സുധീഷിനെ ആണെങ്കിൽ എല്ലാവരും കൂടി കളിയാക്കി കൊല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സുധീഷാണെങ്കിൽ ഹരീഷിനോട് പറയണം, എടാ എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണ്, നിധി ഒരിക്കലും ഗായത്രിയെ കാണാൻ പോവില്ല, അവർക്ക് ഗായത്രിയുടെ വീട് എവിടെയാണെന്ന് പോലും അറിയത്തില്ല എന്ന് പറയണം. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനി നികേഷിനെ വിളിച്ച് ചോദിക്കുക, നികേഷ് ഇപ്പോൾ ഗായത്രിയുടെ വീട്ടിലാണല്ലോ, ചെന്ന് സംസാരിക്കുമെന്ന് പറയണം. അങ്ങനെ സുധീഷാണെങ്കിൽ നികേഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സത്യം പറയടാ, നീയും നിധിയും കൂടി ഇപ്പോൾ എങ്ങോട്ടാണ് പോയത്, നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതിലെന്താ ഇത്ര സംശയം, ഗായത്രിയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എത്ര പറഞ്ഞിട്ട് സുധീഷ് പറയണേ, എടാ അതിൻ്റെ ടെൻഷൻ അടിപ്പിക്കില്ലേ, നീ സത്യം പറയുമെന്ന് പറയുമ്പം നികേഷ് പറയണം, ഞാൻ ഏട്ടൻ്റെ മൊബൈലിലേക്ക് 2 ഫോട്ടോസ് അയച്ചിട്ടുണ്ട്, ഏട്ടൻ അതൊന്ന് തുറന്ന് നോക്കുമെന്ന് പറയണം കേട്ടോ. അങ്ങനെ നികേഷ് ആണെങ്കിൽ ഗായത്രിയുടെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചിട്ടുണ്ടാവും. അത് കാണുമ്പോഴാണെങ്കിൽ സുധീഷ് കിളി പാറി പറന്ന് പോവുകയാണ്.
അപ്പോൾ സുധീഷ് പറയണേ, എടാ എടാ പ്ലീസ് എടാ ഗായത്രിയോട് അങ്ങനെയൊന്നും ചെന്ന് സംസാരിക്കില്ലേ, നിങ്ങൾ മടങ്ങി വാ, ഗായത്രി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരല്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ നികേഷ് പറയണം, അതെ അവർ ഇറങ്ങാറായി എന്ന് തോന്നണോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വയ്ക്കണം. അപ്പോൾ സുധീഷ് ആണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലീസ് നിങ്ങൾക്ക് അറിയാലോ എനിക്ക് നിധി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഗായത്രി എന്നല്ല ഒരു പെണ്ണിനെ എനിക്ക് നിധിയുടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല, നിധിയെ കളിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ തെറ്റായിപ്പോയി, നിങ്ങൾ പറഞ്ഞതൊക്കെ ധിക്കരിച്ചതും തെറ്റായിപ്പോയി, ഞാൻ എൻ്റെ തെറ്റെല്ലാം സമ്മതിക്കുന്നുണ്ട്, പ്ലീസ് നിധിയെ വിളിച്ചിട്ടൊന്ന് പറ സുഭാഷ് ഏട്ടാ പ്ലീസ്, സുഭാഷ് ഏട്ടാ പറഞ്ഞാൽ നിധി കേൾക്കും, പാറ സുഭാഷ് ഏട്ടാ പ്ലീസ് എന്ന് പറയണേ. ഇതേ സമയത്ത് സുധീഷിൻ്റെ ഈ ടെൻഷനും വെപ്രാളവും റിക്വസ്റ്റ് ചെയ്യുന്നതൊക്കെ ഹരീഷ് ആണെങ്കിൽ സുധീഷ് അറിയാണ്ട് മൊബൈലിൽ റെക്കോർഡ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ സുധീഷ് ആണെങ്കിൽ പറയാനും, ആഹാ അങ്ങനെയാണോ, അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്നാലല്ലേ നിങ്ങൾ ഗായത്രിയെ കൊണ്ടുവരത്തുള്ളൂ, ഞാനിനി ഈ വീട്ടിൽ ഒരു നിമിഷം നിൽക്കത്തില്ല, എനിക്ക് നിധി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷേ ഹരീഷും സുഭാഷും കൂടിയിട്ട് സുധീഷിനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് റൂമിൽ പൂട്ടിയിടുകയാണ്.